വൈകുന്നേരം ഒരുങ്ങി കെട്ടി പോകുന്നത് തെയ്യം കാണണം. നമുക്കിവിടെ തെയ്യം ട്രിവാൻഡ്രത്തില്ലല്ലോ. സോ ഞാനിവിടെ തെയ്യം കേട്ട മുതൽ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലൊരു തെയ്യം കാണണമെന്നുണ്ട്. 7:30 മുതൽ ഒരുങ്ങി തുടങ്ങി 9:30 കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളവിടെ റീച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്കും തെയ്യമല്ല തോറ്റമായിരുന്നു സംഭവം. നമ്മളപ്പോൾ പുറത്ത് നിന്ന് നോക്കിയിട്ട് തെയ്യം ഈ സ്റ്റോളിലോട്ട് വലിഞ്ഞേറി പോയിട്ടുണ്ട്. അമൃതയ്ക്ക് നന്ദനിക്കും, ഒന്ന് അമൃതയ്ക്ക് ഒന്ന് നന്ദനിക്കും. മേടിക്കാൻ പോവാ, ലക്ഷ്മി മേടിക്കാൻ പോവാ. 20 രൂപ സ്ഥലമില്ലടി, എങ്ങനെ ഓലയിൽ പോയിരിക്കും. ലക്ഷ്മി അവിടെ കടക്കാരന് ക്യാഷ് കൊടുക്കുന്നതിന് മുമ്പ് അഖിൽ അതിനെ പരീക്ഷിക്കാൻ പോവുകയാണ്. ഇത് മുകളിലോട്ട് സ്ട്രൈറ്റ് വീട് തിരിച്ചിങ്ങനെ കറങ്ങി വീഴത്തില്ല. അതാണ് അപ്പോൾ അങ്ങനെ വീഴുന്നില്ല എന്ന് പറഞ്ഞിട്ട് കടക്കാരനെ പിടിച്ചിറത്തോടെ രണ്ടുപേരും കൂടെ രണ്ട് സൈഡിലായിട്ട് നിർത്തി കാര്യം പറയും. ഓരോരുത്തരായിട്ട് ഓരോ ടോയ്സ് വാങ്ങിക്കുന്നു, കളിക്കുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു അവിടെ. പിന്നെ അമ്പലത്തിന്റെ അകത്തോട്ട് കയറിയിട്ടില്ല. എന്തിനാ വന്ന് തെയ്യം കാണാൻ. അത് ഒഴിച്ച് ബാക്കി സർവ്വ കാര്യം അവിടെ നടക്കുന്നുണ്ട്. ശ്രുതിയായി എറിയുന്നത് വേറൊന്നുമില്ല, എറിയുമ്പോഴത്തേക്കും പൊട്ടുന്ന പടക്കമില്ല. അതാണ് അത് ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് എൻ്റെ ശക്തിയുടെ മഹത്വം കാരണം അത് പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഒന്ന് വേസ്റ്റ് പോയി. പിന്നെ ഓരോന്ന് വാങ്ങിച്ച് ഇങ്ങനെ കളിക്കുവാണ്. ഇത് മലയാളം വായിച്ച് നോക്കുന്ന അപർണയ്ക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ല, മീൻസ് ഫ്ലുവൻ്റായിട്ട് അറിയത്തില്ല. പിന്നെ ഞാനിങ്ങനെ നിൽക്കുന്ന വേറൊന്നുമില്ല, നല്ല തണുപ്പായി. അപ്പോൾ തൊണ്ടവേദന തുടങ്ങി. പിന്നെ ഞാൻ മൂക്കൊക്കെ പൊതിഞ്ഞു, മീൻസ് ഒരു ഹോളിൽ കൂടെ എയർ എൻ്റെ തൊണ്ടയിലോട്ട് എത്തരുത് വെച്ചിട്ട് ഇനി ഈ ക്യാമറ വാങ്ങിക്കാൻ വേണ്ടി രണ്ടും കൂടെ പ്ലാൻ ഇടുവാണ്. കടക്കാരൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ബാർഗൈൻ സ്കില്ലൊക്കെ ഉപയോഗിച്ചിട്ട് 80 രൂപയുടെ സാധനം 60 രൂപയ്ക്ക് എന്തോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ സംഭവം. കുറേ കാർട്ടൂൺ ഇമേജസ് വരുന്ന ഒരു ക്യാമറ. പിന്നെ തെയ്യം പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്ക് നെഞ്ചു വിരിച്ച് നിൽക്കുന്ന ധൈര്യം ഉണ്ടായിട്ടൊന്നുമില്ല. ഈ വിഷ്ണുമൂർത്തിയുടെ തെയ്യം പാവമാണെന്ന് അറിഞ്ഞിട്ട് നിൽക്കുന്നതാണ്. അതുവരെ ഞാൻ പറഞ്ഞിട്ട് ലക്ഷ്മിയുടെ പുറകെ നിൽക്കുമെന്ന് പറഞ്ഞ് സീറ്റൊക്കെ ഒപ്പിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ അരി തന്നിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ പൂക്കൾ അറിയുന്ന പോലെ ഇവിടെ അരി അറിയണം എന്നാണ് എനിക്ക് മനസ്സിലായത്. അരി കൈ പിടിച്ചിക്കാൻ പറഞ്ഞു, എപ്പോഴും അറിയണമെന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും അറിഞ്ഞപ്പോഴത്തേക്ക് ഞാനും പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. അമ്പലത്തിനുള്ളിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പുറത്തായിട്ട് ഇങ്ങനെ സ്റ്റേജ് കേട്ട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, പൊതുവെ ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്നത് പോലെ. അപ്പോൾ അവിടെ പാട്ട് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, കുഞ്ഞു പിള്ളേരുടെയും വലിയ ആൾക്കാരുടെയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു വരാൻ നിന്നിട്ട് ഇത് കണ്ടിട്ട് തിരിച്ചു പോയി എന്നിട്ട് പിന്നെയും കാണാൻ തുടങ്ങി. അങ്ങനെ ആദ്യത്തെ ഒരു 3 പ്രോഗ്രാം കണ്ടിട്ട്, മീൻസ് 2 പ്രോഗ്രാം കണ്ടിട്ട് തിരിച്ചു കിടന്നിട്ട് വീണ്ടും പോയിട്ട് കാണുമായിരുന്നു. ജീവികളെ പോലെ ഉണ്ട്. ഒരാള് നോക്കിണ്ടായിരുന്നു, നമ്മളിങ്ങനെ തട്ടിട്ട് എന്റെ സ്വന്തം നോക്കുമ്പോ ചന്ദനൊക്കെ തൊട്ടിട്ട് തട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന. അപ്പൊ അയാള് ഞാൻ പൊട്ട് തൊട്ടിട്ടുണ്ട്. അതാ പറഞ്ഞേ. പിന്നല്ലാണ്ട് തണുപ്പത്ത് ഞാൻ പിന്നെ എങ്ങനെ നിൽക്കണം, നമ്മൾ ഇട്ട് നിൽക്കണോ? പള്ളി പോവാനുള്ള മൂഡിലേക്ക്. ഫൈനലി നമ്മൾ പാതിരാത്രി ഹോസ്റ്റലിൽ എത്തി. ഞാൻ ഹാപ്പി ആയിരുന്നു. എന്തായാലും ഒരു തെയ്യം പ്രോപ്പർ ആയിട്ട് കാണുന്ന എനിക്കുണ്ട്. അപ്പൊ